പ്രതീക്ഷകളുടെ ഉദ്യാനത്തിൽ നട്ടിരിക്കുന്ന ഞാനും നിങ്ങളുമാകുന്ന അത്തി കർത്താവിന്റെ പ്രബോധനം കേട്ടിട്ടും കർത്താവിന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചിട്ടും എന്തുകൊണ്ട് ഫലം നൽകുന്നില്ല എന്നുള്ള അന്വേഷണം ഉണ്ടാവണം. നിലം പാഴാക്കി കളയുന്ന പാഴും ശൂന്യമായ അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മുടെ ജീവിത അവസ്ഥകൾ മാറുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നമുക്ക് ഈ സന്ധ്യയ്ക്ക് ചോദിക്കാം. TV കൊച്ചുവാവ എന്നുള്ള എഴുത്തുകാരനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനിടയിൽ നമ്മൾ എന്ത് അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സൃഷ്ടിയിൽ നമുക്കറിയാം അത്ഭുതങ്ങളുടെ വലിയ പ്രതിഭാസമായിട്ടാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചത്. തൻ്റെ സ്വന്തം സാദൃശ്യവും തൻ്റെ സ്വന്തം സ്വത്വവും നൽകി ദൈവം മനുഷ്യനെ നിർമ്മിച്ചപ്പോ നമുക്ക് തിരിച്ചറിവുണ്ടാവണം. ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ, നിലം പാഴാക്കി കളയുവാനല്ല, ശൂന്യമാകുന്ന ജീവിത സാഹചര്യങ്ങളിലേക്കല്ല, പിന്നെയോ തോട്ടക്കാരന്റെ പ്രതീക്ഷകൾക്കൊത്ത പോലെ ഈ ഭൂമിയിൽ ദൈവം നമ്മെ നട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഭൂമിയെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നത് ദൈവത്തിന്റെ പാദപീഠം എന്നാണ്. അതുകൊണ്ടാണല്ലോ കുമ്പിട്ട് നമസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ഒരുപോലെ മടങ്ങി ഈ ഭൂമിയെ നമസ്കരിക്കുമ്പോൾ ദൈവത്തിന്റെ പാദപീഠത്തെയാണല്ലോ നമസ്കരിക്കുന്നത്. അങ്ങനെ കുമ്പിട്ട് ത്യാഗം ചെയ്യുന്ന പൗരസ്ത്യ സഭയുടെ വിശ്വാസം ജീവിക്കുന്ന ഞാനും നിങ്ങളും നിലം നിഷ്ഫലമാക്കുന്ന അത്തിക്ക് സദൃശ്യമായി മാറുന്നുണ്ടോ? സാധ്യതകളും പ്രതീക്ഷകളും ദൈവം ആഗ്രഹിക്കുമ്പോ അത്തിയെ പോലെ ഫലം നിഷ്ഫലമാക്കുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നമുക്കുണ്ടാവണം. വചനത്തിന്റെ അറിയിപ്പ് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിലാണ് ഗബ്രിയേൽ മാലാഖ കന്യകമറിയാമിന്റെ അടുക്കൽ വന്ന് പറയുന്നത്, ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, നിന്നോട് സംസാരിക്കുവാൻ ഈ സത്വർത്തമാനം നിന്നോട് അറിയിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു. അവിടെ ഏറെ ശ്രദ്ധേയമാകുന്ന കാര്യം ദൈവത്തിന്റെ വചനത്തിന്റെ അറിയിപ്പ്. കന്യകമറിയാം ഗർഭിണിയായി ക്രിസ്തുവിനെ പ്രസവിക്കുമെന്നുള്ള അറിയിപ്പ് ദൈവത്തിന്റെ ദൂതൻ അറിയിക്കുവാനായിട്ട് വരുമ്പോ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, തന്നെ അഡ്രസ് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്, ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ. ദൈവ സന്നിധി എന്നുള്ളത് ഈ ഭൂമിയെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ദൈവ സന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ അറിയിപ്പ് നൽകുന്ന ദൂതൻ തന്നെ അഭിസംബോധന ചെയ്യുമ്പോഴും പറയുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോ ദൈവസന്നിധിയിൽ നിൽക്കുന്ന സാക്ഷ്യത്തിന് തലങ്ങൾ ഉണ്ടാവണം. കേവലം ഈ അത്തിയെ പോലെ 3 വർഷക്കാലം വളർന്ന് ജീവിത അവസാനത്തിലേക്ക് വരികയല്ല, മറിച്ച് ദൈവസന്നിധിയിലാണെന്നുള്ള ബോധ്യതയോടെ ജീവിക്കുമ്പോ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ നല്ല തലങ്ങളിലേക്ക് വളരുവാൻ നമുക്കിടയാവണം. ഹാഡ്സൺ ടൈലർ എന്ന് പറയുന്ന എഴുത്തുകാരനെ അറിയാമായിരിക്കും. അദ്ദേഹത്തിന്റെ മനോഹരമായൊരു കൊട്ടേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: ബി എ ഗോഡ്സ് മാൻ ഡൂയിങ് ഗോഡ്സ് വർക്ക് ഇൻ ദ ഗോഡ്സ് പ്ലേസ് ഇൻ ദ ഗോഡ്സ് വേ. ദൈവത്തിന്റെ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്, സാധ്യതകളുള്ള മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. ബി എ ഗോഡ്സ് മാൻ ഡൂയിങ് ഗോഡ്സ് വർക്ക് ഇൻ ദ ഗോഡ്സ് പ്ലേസ് ഇൻ ദ ഗോഡ്സ് വേ. ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന്റെ ജോലി ദൈവത്തിന്റെ സ്ഥലത്ത് ദൈവത്തിന്റെ വഴിയിൽ ചെയ്യുന്നുവെന്നാണ് ഹാഡ്സൺ ടൈലർ തന്റെ എഴുത്തുകളിലൂടെ, ഈ കൊട്ടേഷനിലൂടെ പ്രബോധിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് ഒരു കുമ്പസാരം പോലെ കടന്നു വരട്ടെ. ഞാൻ ഈ ഭൂമിയുടെ പരപ്പിലായിരിക്കുമ്പോ ഈ സർവചരാചരങ്ങളുടെയും മകുടമായി
ദൈവം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുമ്പോ എന്നിൽ ദൈവം അർപ്പിക്കുന്ന പ്രതീക്ഷകൾ ദൈവത്തിന്റെ വഴിക്ക് ചേരുന്നത് പോലെ ദൈവത്തിന്റെ ജോലി ദൈവഹിതമനുസരിച്ച് ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ സ്ഥലത്ത് നിർവഹിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു അന്വേഷണമായിട്ട് മാറട്ടെ. 3 ചോദ്യങ്ങളാണ് ജീവിതങ്ങളോട് ചോദിക്കുവാൻ നമുക്ക് കഴിയുന്നത്. നിന്റെ ജീവിതം ഉപകാരപ്രദമായാണോ ജീവിച്ചത്? അത്തിയെ നോക്കി ഫലം കണ്ടില്ല, വെട്ടിക്കളയുവാൻ കൽപ്പിക്കുകയാണ്. ഒരു ചോദ്യം ഞാനും നിങ്ങളുമാണ് അത്തിയോട് ചോദിക്കാം. നിന്റെ ജീവിതം ഉപകാരപ്രദമായാണോ ജീവിച്ചത്? രണ്ടാമത്, ഫലം കാണാത്ത അത്തിയോട് ചോദിച്ച അതേ ചോദ്യം നമ്മോട് ചോദിക്കാം. നിന്റെ ജീവിതം ലക്ഷ്യപരമായിരുന്നോ, പർപ്പസ്ഫുൾ ജീവിതമായിരുന്നോ എന്നുള്ളത് ചോദിക്കാം. മൂന്നാമത്, നമ്മുടെ ജീവിതങ്ങളോട് ചോദിക്കാനിടയാവണം, നിന്റെ ജീവിതം ഫലം പുറപ്പെടുവിച്ചുവോ? ഉപകാരപ്രദമായാണോ, ലക്ഷ്യപരമായാണോ, ഫലപ്രദമായാണോ നിന്റെ ജീവിതം ജീവിച്ചതെന്ന് നമ്മുടെ ജീവിതങ്ങളോട് ചോദിക്കുവാനിടയാവണം. ഒരുപക്ഷെ കർത്താവ് പ്രതീക്ഷിച്ചതും കർത്താവ് ആഗ്രഹിച്ചതും ഈ അത്തിയിൽ നിന്ന് തന്റെ 3 വർഷത്തെ ജീവിതം കൊണ്ട് ഉപകാരപ്രദമായ എന്തെങ്കിലും ഉണ്ടാകുന്നോ? 2, ലക്ഷ്യപരമായി എന്തെങ്കിലും ഉണ്ടാകുന്നോ? 3, ഫലകരമായ എന്തെങ്കിലും ഉണ്ടാകുന്നോ എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ആവാം കർത്താവ് ഈ അത്തിയെ സമീപിച്ചത്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലം ഞാനും നിങ്ങളുമാകുന്ന അത്തിയിൽ കർത്താവ് സൂക്ഷിച്ചു നോക്കുകയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോ ഭൂമിയെ പറ്റി പറയുന്നത് ഭൂമി പാഴും ശൂന്യമായി കിടന്നുവെന്നാണ്. ഭൂമി പാഴും ശൂന്യമായി കിടന്നുവെന്നാണ്. എന്നാൽ ഈ ഭൂമിക്ക് ജീവനും ചൈതന്യം വരുന്നത് പരിശുദ്ധ റൂഹ ആവസിക്കുമ്പോഴാണ്. പരിശുദ്ധ റൂഹ വരുമ്പോൾ ഈ ഭൂമിക്ക് ജീവനും ചൈതന്യമുള്ളതായി തീരുന്നുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു. പാഴും ശൂന്യമായിരുന്ന ഭൂമി ജീവനും ചൈതന്യമുള്ളതായി തീർന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഛായയിലും രൂപത്തിൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ജീവനും ചൈതന്യമുണ്ടോ? ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിത സാഹചര്യങ്ങളുണ്ടോ? അതോ ഈ ഭൂമി നിഷ്ഫലമാക്കുന്ന, ഈ ഭൂമി ശൂന്യമാക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അർത്ഥമായി തീരണം. സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്. അത് ഒരുപക്ഷെ ഇപ്പം ചൊല്ലിയാൽ എൻ്റെ ഉച്ചാരണം ശരിയാകുമോ എന്ന് എനിക്കറിയില്ല. കാരണം സംസ്കൃതമൊക്കെ അറിവുള്ള അഭിമന്യ തിരുമേനിയും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് വായിച്ചത് ഇങ്ങനെയാണ്: അർത്ഥാഗ്രഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ശൈവ ഏവം ഗതഗച്ഛ ഗച്ഛന്തി. അർത്ഥം കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അർത്ഥം ഇങ്ങനെയാണ്: പുത്രനെയും പണത്തെയും പദവിയെയും വീടിനെയും സമ്പത്തിനെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും 2 കാര്യങ്ങൾ നിന്നെ അനുധാവനം ചെയ്യും. നീ പോകുന്നത് ശ്മശാനത്തിലേക്കാണ്. ഒന്നുകിൽ സുഹൃതം, അല്ലെങ്കിൽ ദുഷ്കൃതം. സർവ്വതും സകലതും ഉപേക്ഷിച്ചിട്ട് ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും 2 കാര്യങ്ങൾ നിന്നെ അനുധാവനം ചെയ്യും. ഒന്നുകിൽ നിന്റെ സുഹൃതമാവാം, അല്ലെങ്കിൽ നിന്റെ ദുഷ്കൃതമാകാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ അത്തിയെ പോലെ നട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ക്രൈസ്തവ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത ജീവിത പന്ഥാവിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോ എന്നെ അനുധാവനം ചെയ്യേണ്ടത് സുഹൃതമാണോ ദുഷ്കൃതമാണോ എന്നുള്ള ചോദ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകം പാടാറുണ്ട്. പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ വേർപാടിൻ വേളയിൽ ആത്മം മെയ്യോട് ഉര ചെയ്യും, എന്തുപകാരം എനിക്ക് നൽകി
ഈ ലോകം, ഞാനിതെല്ലാം ഉപേക്ഷിച്ചിട്ട് ന്യായാധിപന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം എനിക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് ഓരോ സംസ്കാര ശുശ്രൂഷയിലും പാടുമ്പോ, ഈ പാടുന്ന പാട്ട് മൃതദേഹത്തോടുള്ള പാട്ടല്ല, മറിച്ച് ജീവനോടിരിക്കുന്ന ഞാനും നിങ്ങളും നാളെ മൃതദേഹമാകുന്നതിന് മുൻപ് നമ്മുടെ ജീവിതങ്ങളുടെ ക്രമീകരണം ആഗ്രഹിച്ചുകൊണ്ടാണ് പിതാക്കന്മാര് മനോഹരമായി ഈ വരികൾ കോറിയിടുന്നത്. വാസ്തവത്തിൽ ഓരോ പാട്ടുകളും ഹൃദയപൂർവ്വം നാം സംവദിക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു കുമ്പസാര കൂടുകളായി തീരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിവായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നട്ടിരിക്കുന്ന അത്തിവൃക്ഷത്തെ നോക്കി ഫലം അന്വേഷിക്കുമ്പോ ഫലമില്ലാതിരിക്കുന്ന ജീവിത സാഹചര്യമാണെങ്കിൽ നിന്റെ ജീവിതം ദുഷ്കൃതമാണ്. ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമെങ്കിൽ നിന്റെ ജീവിതം സുകൃതമെന്ന് പറയുകയാണ്. ഏറെ പരിചിതനായ ഒരു കവിയാണല്ലോ മുരുകൻ കട്ടാക്കട എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകളും പദ്യങ്ങളും ഒക്കെ ഇന്ന് സംസ്കാര സമ്പന്നതയുടെ ഭൂമിയായ മലയാളക്കരയ്ക്ക് മറക്കുവാൻ കഴിയുകയില്ലല്ലോ. മുരുകൻ കട്ടാക്കട അദ്ദേഹത്തിന്റെ 1-2 വരികൾ ഓർമ്മ വരുന്നത്, അദ്ദേഹം ഇങ്ങനെ എഴുതി: ശിവം എന്നിൽ നിറയുമ്പോൾ ശിവനായി മാറിടും, ശിവം എന്നിൽ മറയുമ്പോൾ ശവമായി മാറിടും, ഇവ തമ്മിലുള്ളൊരന്തരം കേവലം ഒരു വള്ളി മാത്രം. ശിവം എന്നിൽ നിറയുമ്പോൾ ശിവനായി മാറിടും. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദൈവാംശം എന്നിൽ നിറയുമ്പോ, ശിവൻ എന്നുള്ളത് ഹൈന്ദവ സംസ്കാരത്തിലെ ദൈവസങ്കല്പമാണല്ലോ, ഞാൻ ദൈവമായിട്ട് മാറും. ക്രിസ്തു ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. പരിശുദ്ധാത്മാവിനെ കുടികൊള്ളുന്ന ദൈവത്തിന്റെ മന്ദിരമായ ഒരു വള്ളി പോലെ ഈ ശരീരത്തെ സൂക്ഷിക്കുന്ന മനുഷ്യ സമൂഹം ശിവൻ കുടികൊള്ളുന്ന, ശിവനായി മാറുന്ന ഒരു സംസ്കൃതി ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും കടമെടുക്കുവാനിടയാവട്ടെ. ശിവം എന്നിൽ മറയുമ്പോൾ ശവമായി മാറിടും. ദൈവാംശം എന്നിൽ മാറുമ്പോ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ശവത്തിന്റെ തലത്തിലേക്ക്, പ്രതികരണങ്ങളില്ലാത്ത തലത്തിലേക്ക്, നിർജീവമായ അവസ്ഥയിലേക്ക്, നിശ്ചലമായ അവസ്ഥയിലേക്ക്. മരിച്ചു കഴിഞ്ഞിട്ട് ശവത്തിന് ഉമ്മ കൊടുക്കുന്നത് ഒരു കാലത്ത്, ഈ കാലത്ത് നമ്മുടെ ഒരു വലിയ സ്റ്റൈലാണ്. എവിടെയെങ്കിലും ബന്ധവും സ്വന്തവും ഒക്കെ പറഞ്ഞിട്ട് മൃതദേഹത്തിന് ക്യൂ നിന്നാണ് ഉമ്മ കൊടുക്കുന്നത്. കൊറോണ വന്നുകൊണ്ട് ആ ഉമ്മയൊക്കെ ഇപ്പം കുറച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രം ഉമ്മ കൊടുക്കുക. കാരണം ജീവനോടിരിക്കുമ്പോ കടപ്പെട്ടവൻ കൊടുക്കാത്ത ഉമ്മയാണ് മൃതശരീരത്തിന് ഉമ്മയായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉമ്മ കൊടുത്താൽ ഈ മൃതശരീരത്തിന് ഒരു പ്രതികരണമില്ല. അതുകൊണ്ട് ജീവനോടിരിക്കുമ്പോൾ കൊടുക്കുന്നത്, അതനുവർത്തിച്ചാൽ പിന്നെയും നന്ന് എന്ന് ഓർമ്മിപ്പിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത്, ശിവമെന്നിൽ കുറയുമ്പോൾ ഞാൻ ശവമായി മാറിടും. ശിവനും ശവവും തമ്മിൽ ഒരന്തരം എന്ന് പറയുന്നത് കേവലം ഒരു വള്ളി എന്ന് മുരുകൻ കട്ടാക്കട ഓർമ്മിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ദൈവാംശത്തിന്റെ സ്വത്തുബോധത്തോടെ വളരുന്നുവോ അതോ ശവത്തിന്റെ നിർജീവതയിൽ നാം ആയിരിക്കുന്നോ എന്നുള്ളത് ഒരു അന്വേഷണമായി, ഒരു കുംഭസാരമായി ജീവിതങ്ങളിലേക്ക് അവശേഷിക്കട്ടെ. ഒരു അടിച്ചുപൊളി സംസ്കാരത്തിന്റെ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സാധ്യതകൾ വിരൽ തുമ്പിലാണ്, അന്വേഷണങ്ങൾക്ക് ഉത്തരമുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ ഇതെല്ലാം പരിമിതപ്പെട്ടിരുന്നു. പക്ഷേ പരിമിതികളെല്ലാം ഭേദിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നാം വളർന്നു കഴിഞ്ഞപ്പോ ഒരു പരിധിവരെ ഫലമില്ലാത്ത ജീവിതത്തിന്റെ, മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ മുന്തിരികളെക്കാൾ കൂടുതൽ പ്രതീക്ഷയോടെ നട്ട അത്തിയിൽ ഫലമന്വേഷിക്കുന്ന കർത്താവ് നിഷ്ഫലമായി പോകുന്ന പോലെ നമ്മെ ഓർത്ത് നിഷ്ഫലമാകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കുറ്റബോധമായി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. പുതിയ കാലഘട്ടത്തെ പറ്റി പറയുന്നത് ABCDE കാലഘട്ടം എന്താണ്? ഈ അടുത്ത സമയത്ത് ഒരു പ്രഭാഷണത്തിൽ കേട്ടതാണ്. അത് കേട്ടപ്പോൾ അതൊന്ന് അതിന്റെ നർമ്മരസമുള്ളത് കൊണ്ട് അത് മുഴുവൻ കേട്ടപ്പോ ഈ പ്രഭാഷകൻ പറഞ്ഞതാണ്, പുതിയ കാലഘട്ടത്തെ പറ്റി പറയുന്നത് ABCDE കാലഘട്ടം എന്നാണ്. ഇപ്പോ യൂട്യൂബിലൊക്കെ കാണുന്ന നിങ്ങളുടെ ആരോഗ്യവർദ്ധനവിന് ABC ജ്യൂസ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. എന്താ ABC ജ്യൂസ് എന്നറിയാം? എന്താ
എ ആപ്പിൾ, ബി ബീട്രൂട്ട്, സി ക്യാരറ്റ്. സൗന്ദര്യവർദ്ധനവിനും ചർമ്മകാന്തിക്കും ഏറ്റവും നല്ല വലിയ പരസ്യങ്ങളൊക്കെ ഇന്ന് ABC ജ്യൂസ് പത്രത്തിലും അതുപോലെ വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ ഇന്ന് വളരെ പോപ്പുലറായിട്ട് കാണുന്നുണ്ട്. പോട്ടെ, അപ്പൊ ഈ പ്രഭാഷകൻ പറയുന്നത് ഈ കാലഘട്ടം ABCDE കാലഘട്ടമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യന്റെ ആയുസിൽ 3 കാലഘട്ടമാണുള്ളത്. 1 ബാല്യം, 2 യൗവനം, 3 വാർദ്ധക്യം. ബാല്യത്തെ പറ്റി പറയുന്നത് ABCDE എന്നുള്ളത് ബാല്യം. ബാല്യകാലത്ത് A എന്ന് പറഞ്ഞാൽ അവൻ ആപ്പിളാണ്, B എന്ന് പറഞ്ഞാൽ ബോയ് ആണ്, C എന്ന് പറഞ്ഞാൽ ക്യാറ്റാണ്, D എന്ന് പറഞ്ഞാൽ ഡോഗാണ്, E എന്ന് പറഞ്ഞാൽ എലിഫന്റ് ആണ്. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് യൗവനത്തിലേക്ക് വരുമ്പോ അദ്ദേഹം പറയുകയാണ് A എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ആണ്, B എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ആണ്, C എന്ന് പറഞ്ഞാൽ കറൻസിയാണ്, D എന്ന് പറഞ്ഞാൽ ഡാൻസ് ആണ്, E എന്ന് പറഞ്ഞാൽ എൻജോയ്മെന്റ് ആണ്. വീണ്ടും അദ്ദേഹം പറയുകയാണ് ഒരു മനുഷ്യന്റെ വാർദ്ധക്യം 3ാമത്തെ കാലം. അദ്ദേഹം പറയാണ് A എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ആണ്, B എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ ആണ്, C എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ആണ്, D എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആണ്, E എന്ന് പറഞ്ഞാൽ എമർജൻസി ആണ്. 3 കാലഘട്ടത്തെ ABCDE എന്ന് പറയുമ്പോ അദ്ദേഹം അവസാനം അവശേഷിപ്പിക്കുകയാണ് ആപ്പിൾ എന്ന വസ്തുവിൽ ആരംഭിച്ച് എമർജൻസിയിൽ അവസാനിപ്പിക്കുന്ന ഒരു കൊച്ചു ജീവിതം. ഇത് എപ്പോൾ എവിടെ എങ്ങനെ അവസാനിക്കുമെന്ന് നിശ്ചയമില്ലാതിരിക്കുമ്പോ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വർധനവ്, ഫലം പ്രതീക്ഷിക്കുന്ന ദൈവത്തിന് ഫലം കൊടുക്കുവാൻ കഴിയാത്ത തലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ സാധ്യതകൾ, ഈ ലോകത്തിന്റെ ഇന്ന് കാണുന്ന പ്രമാണങ്ങൾ, ഈ ലോകത്തിൽ ഇന്ന് സാധ്യമാകുന്ന പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ഒരു പരിധിവരെ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇത് നമ്മുടെ നാളെ ജീവിതങ്ങളുടെ സുലഭതയാണ്. പക്ഷേ അതിനെല്ലാം പരിമിതികൾ നിശ്ചയിക്കപ്പെട്ട് ഒരു കൊറോണ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്തത്. ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ കാലഘട്ടത്തിലാണ്. പരസ്പരം ഒന്ന് സ്പർശിക്കുവാനോ മുഖങ്ങൾ കൃത്യമായി കാണുവാൻ കഴിയാത്ത പരിമിതികൾ ഏർപ്പെടുത്തിയ, അതാണ് ഏറ്റവും സുന്ദരമായ പദം, പരിമിതികൾ ഏർപ്പെടുത്തിയ ഒരു കാലഘട്ടമാണ്. മനുഷ്യന്റെ സാധ്യതകൾ അസ്തമിച്ചുവെന്നും നിന്റെ ബുദ്ധിയും ശക്തിയും നീ സമ്പാദിച്ച സമ്പാദ്യങ്ങളും നീ കണ്ടെത്തിയ സർവ്വതിനും പരിമിതിയുണ്ട് എന്നുള്ളത് കൃത്യതയോടുകൂടെ ബോധ്യപ്പെടുത്തിയ ഒരു കാലഘട്ടമാണല്ലോ കൊറോണ കാലഘട്ടം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കഴിഞ്ഞ കൺവെൻഷനിൽ പറയുകയുണ്ടായതുപോലെ എന്നെ സംബന്ധിച്ച്, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഈ കൊറോണ വലിയ പ്രശ്നമാക്കേണ്ടുന്ന കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം കൊറോണ എന്നുള്ള പദത്തിന്റെ അർത്ഥം ക്രൗൺ, കിരീടമെന്നാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഇന്ന് 2019-ലോ 20-ലോ അല്ല അവന് കൊറോണ കിട്ടുന്നത്. ഒരു ഓർത്തഡോക്സുകാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന്റെ മാമോദീസക്ക് ആദ്യത്തെ കൊറോണ കിട്ടിയതാണ് ജീവന്റെ കിരീടം. 2ാമത് വിവാഹം കഴിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കുരിശ് കൊറോണയായിട്ട് അവന് കിട്ടിയതാണ്. 3, ഞാനും നിങ്ങളുമെല്ലാം വിവാഹം കഴിച്ചാലും കഴിച്ചില്ലേലും മരിക്കണമല്ലോ. മരണാന്തര ജീവിതത്തിൽ നമുക്കായിട്ട് വെച്ചിരിക്കുന്നത് ഒരു കൊറോണയാണ്. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കൊറോണ എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ കുറെയെങ്കിലും മനുഷ്യൻ അവന്റെ ജീവിതങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ ഏറിയ മനുഷ്യനും ഇതൊന്നും വകവെക്കാതെ ഫലം നൽകാത്ത നിഷ്ക്രിയരായ ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതും ഈ ലോകത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണല്ലോ. മാധ്യമങ്ങളും ചുറ്റുപാടും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളും ഇന്ന് ഇങ്ങനെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ അരങ്ങ് തകർത്ത് വാഴുകയാണല്ലോ. മാധ്യമങ്ങളിലൂടെയും സംസ്കാരങ്ങളിലൂടെ നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായ കാഴ്ചകളും കേളുകളും ആയിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മിൽ ഫലം അന്വേഷിച്ചു വരുന്ന കർത്താവ് ഇന്ന് നിഷ്ഫലനായി മടങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തീരട്ടെ. തോമസ് ഫുള്ളർ എന്ന് പറയുന്ന എഴുത്തുകാരൻ മനോഹരമായി പറയുന്നുണ്ട്,
എത്ര നല്ല തോട്ടമായാലും പറിച്ചു കളയുവാൻ ചില കളകളുണ്ട്. എത്ര നല്ല തോട്ടമായാലും പറിച്ചു കളയുവാൻ ചില കളകളുണ്ട്. ആ കള ആരെന്ന ചോദ്യമുണ്ടാവണം. ഈ ഉപമയിൽ പറയുന്ന പോലെ മുന്തിരിത്തോട്ടത്തിൽ പ്രതീക്ഷകളുണ്ട്. അത്തിയേക്കാൾ ഉപരിയായി മുന്തിരിയെ കാക്കുന്നിടത്ത് മുന്തിരികളുടെ നടുവിൽ അത്തി നട്ടിരിക്കുമ്പോ അതിൻ്റെ ഇടയിൽ ചില കളകളുണ്ട്. ഒരു പക്ഷേ ഈ അത്തി കളയായി പോയത് കൊണ്ടാണോ ഫലം പുറപ്പെടുവിക്കാതെ പോയത്? ഈ അത്തി ഞാനാണോ എന്നുള്ള അന്വേഷണവും നമ്മുടെ ജീവിതത്തോട് ഉണ്ടാവട്ടെ. ദാനിയേൽ പ്രവചനം കൃത്യമായിട്ട് അറിയാമല്ലോ, 12 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകമാണല്ലോ. ഒരു കഥ പോലെ വായിക്കുവാനും ഒരു പരിധിവരെ ദൈവത്തിന്റെ തിരുഹിതങ്ങളെ മനസ്സിലാക്കുവാനും കഴിയുന്ന വേദഭാഗമാണ് ദാനിയേൽ പ്രവചനം. കൽദായ രാജാവായ നെബൂഖദ്നേസർ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോ ദാനിയേൽ മുതലായവരെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് ഈ കുട്ടികളെ പറ്റി, ഇസ്രായേലിലായ കുട്ടികളെ പറ്റി പറയുന്ന ഒരുപാട് വിശേഷണങ്ങളുണ്ട്. സുന്ദരന്മാരായിരിക്കണം, സമർത്ഥന്മാരായിരിക്കണം, ജ്ഞാനമുള്ളവരാവണം, ഊനമില്ലാത്തതാകണം, എല്ലാ കാര്യങ്ങളെപ്പറ്റി പരിജ്ഞാനമുള്ളവരാവണം. അതുമാത്രമല്ല, രാജാവ് കഴിക്കുന്ന ഭക്ഷണം, രാജാവ് കുടിക്കുന്ന പാനീയം, ഇതെല്ലാം കൊടുത്ത് ഏറ്റവും സുന്ദരമായി ഒരു ലോകത്തിന്റെ, ഒരു രാജ്യത്തിന്റെ രാജപദവിക്ക് തുല്യമായി കൊടുക്കാവുന്ന എല്ലാ സാധ്യതകളും കൊടുത്തുകൊണ്ട് വേണം ഈ കുട്ടികളെ പരിചരിക്കുവാനെന്ന് ഷണ്ണാധിപനോട് നെബൂഖദ്നേസർ രാജാവ് കൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യമൊക്കെ എന്റെ മനസ്സിലുണ്ടായത്, ഈ രാജാവ് തന്റെ രാജ്യഭരണത്തിനു വേണ്ടി ഈ കുട്ടികളെ ഇങ്ങനെ വാത്സല്യിക്കുകയാണ്. കൊടുക്കാവുന്ന എല്ലാ പദവികളും, കൊടുക്കാവുന്ന എല്ലാ മാനങ്ങളും കൊടുത്തുകൊണ്ട് ഈ ഇസ്രായേലിലായ കുട്ടികളെ ഇങ്ങനെ പരിപാലിക്കുകയാണ് എന്നാണ് എന്റെ മനസ്സിൽ ആദ്യം തോന്നിയത്. പക്ഷെ പിന്നീടാണ് ഈ അധ്യായം വായിച്ചു വരുമ്പോ രാജാവിന്റെ കൃത്യമായ കുബുദ്ധി, നെബൂഖദ്നേസർ രാജാവിന്റെ കൃത്യമായ കുബുദ്ധി അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രാജാവ് ആദ്യം ചിന്തിച്ചൊരു കാര്യമാണ്, ഇവരെ വേർതിരിക്കണം. എങ്ങനെ വേർതിരിക്കണം? ഇവർ ഇസ്രായേലിയരാണ്. ഇവർക്ക് ആരാധന ദൈവത്തോടാണ്. യഹോവയായ ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് ഇവർക്ക് ഒരാരാധനയില്ല. അതുകൊണ്ട് ഇവരെ കൽദായ സംസ്കാരത്തിലേക്ക്, ബാബിലോണിയൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുമ്പോ ആദ്യം ഇവരെ അവർ വിശ്വസിച്ച ദൈവമെന്ന, യഹോവയെന്ന പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് അവരെ മാറ്റണം. രണ്ടാമത് ഈ രാജാവ് ആഗ്രഹിച്ചത് ഈ കുട്ടികളുടെ ചിന്തകളെ നശിപ്പിക്കണം. അവരുടെ ചിന്ത എന്ന് പറഞ്ഞത് ഇസ്രായേലിന്റെ കാവൽക്കാരനായി മന്ദിക്കാതെയും ഉറങ്ങാതെയുമുള്ള യഹോവയായ ദൈവത്തെ പറ്റിയുള്ള ചിന്തയാണ്. എന്നാൽ ബാബിലോണിന്റെ ചിന്ത എന്ന് പറയുന്നത് ലോകമയമാണ്. ലോകത്തിലേക്ക് മാത്രം ശ്രദ്ധയുള്ള ബാബിലോണിയൻ ചിന്തയിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം കൽദായ രാജാവായ നെബൂഖദ്നേസറിനുണ്ടായിരുന്നു. മൂന്നാമത്, ലക്ഷ്യപ്രാപ്തിക്കായിട്ട് അവർക്ക് പദവികൾ കൊടുക്കുകയാണ്. കൊടുത്ത പദവി ഇതാണ്: രാജാവിന് കഴിക്കേണ്ടുന്ന ഭക്ഷണം, രാജാവിന് കൊടുക്കേണ്ടുന്ന പാനീയം. മാത്രമല്ല, സമൂഹത്തിൽ 3ാമത്തെ സ്ഥാനം പോലും കൊടുത്ത് അലങ്കരിക്കുവാനായിട്ട് ഈ രാജാവ് ശ്രമിക്കുകയാണ്. ഈ അധ്യായങ്ങൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ പറയുകയാണ്, രാജാവിന്റെ ഭക്ഷണം കഴിച്ചോ, രാജാവിന്റെ പാനീയം കഴിച്ചോ, ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ അശുദ്ധമാക്കിയില്ല. രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല. മറിച്ച് ഞങ്ങൾ പ്രാപ്യമാകുന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, വലിയ വയസ്സും പ്രായമൊന്നും ഇല്ലാത്ത 3-4 ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളിൽ കർത്താവ് അന്വേഷിച്ച അത്തിയിൽ ഫലമില്ലാതെ പോയപ്പോൾ ഈ 4 കുട്ടികളിൽ കർത്താവ് ഫലം കണ്ടെത്തുന്നു. യഹോവയായ ദൈവത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ ഫലം കണ്ടെത്തിയ 4 കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ നമ്മുടെ മുൻപാകെ നിൽക്കുമ്പോ നമ്മിൽ പുറപ്പെടുവിക്കേണ്ടുന്ന ഫലങ്ങൾ, ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവിന് ജനിച്ചു വളരുവാൻ വേണ്ടി ഏറെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. ഹെരോദ രാജാവ് ക്രൂരതയോടെ
ഏറെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയാണ്. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, എനിക്ക് 38 വയസ്സായി. ഇവിടെ ഇരിക്കുന്ന പലർക്കും അവരവരുടെ പ്രായമൊക്കെ അറിയാം, അവരവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ അറിയാം. നമ്മളൊക്കെ ഇരിക്കുന്നത് 100 വയസ്സ് വരെ ആയുസോടിരിക്കണമെന്നാ, 90 വയസ്സ് വരെ വേണമെന്നാ. പക്ഷേ കർത്താവിന് ജനിച്ച് ജീവിച്ച് വളരുവാൻ പക്വതപ്പെട്ട 2 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മതി. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു വലിയ ഭാവമായിട്ട് മാറണം. കർത്താവിന് വളരുവാൻ, കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ 100 വയസ്സിന്റെ ആവശ്യമില്ല. കർത്താവിന് വളരുവാൻ 2 വയസ്സിൽ മാത്രം താഴെ പ്രായം മതി പ്രിയപ്പെട്ടവരെ. അതാണ് ഹോളി ഇന്നസെൻസ്. വിശുദ്ധരായ ശിശു സഹോദരന്മാരെ സ്മരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഏറെ പ്രായമായതുകൊണ്ട് അർത്ഥമില്ല. ലഭ്യമായിരിക്കുന്ന തലങ്ങളിൽ കർത്താവിന് വളരുവാൻ നമ്മൾ ഇടം നൽകിയോ എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ചിന്താഗതിയാവണം. നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഡാർക്ക് വേൾഡിലായിരിക്കുകയാണ്. നമുക്കറിയാം, സൗരയൂഥത്തിൽ ഗാലക്സിയിൽ കാണപ്പെടാൻ വയ്യാത്തതിനെ പറ്റി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 2 കാര്യങ്ങളാണ്. അവര് പ്രത്യേകമായിട്ട് പറയുന്നത് ഡാർക്ക് എലമെന്റ് എന്നുള്ള വിശേഷണമാണ് പ്രത്യേകമായിട്ട് നൽകുന്നത്. വാസ്തവത്തിൽ ഈ ഭൂമണ്ഡലങ്ങളിൽ എൻ്റെ നിങ്ങളുടെ സ്ഥാനം ഡാർക്ക് എലമെന്റ് ആയിട്ട് മാറുകയാണ്. കാണാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒന്നും അർത്ഥമില്ലാത്ത ജീവിതങ്ങൾക്ക് വശംവദരാകുന്ന ഒരു ജീവിത ശൈലിയാണല്ലോ നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ വാസ്തവത്തിൽ മഖാബിയരുടെ പുസ്തകം ഒന്ന് മുഴുവനായിട്ട് വായിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയത്. കുറെയൊക്കെ ഉൾക്കൊണ്ടു. 2 മഖാബിയർ 7-ാം അധ്യായത്തിൽ പറയുന്ന, ഇവിടെ അടുത്ത് മർത്തശ്മൂനി അമ്മയുടെ നാമത്തിൽ പള്ളിയുണ്ട്. മർത്തശ്മൂനി അമ്മയും 7 മക്കളും. എനിക്കിത് വായിച്ചു കഴിഞ്ഞപ്പോ, പിന്നെ ഗൂഗിളിലൂടെ ഈ അമ്മയുടെ ചരിത്രങ്ങൾ കൂടുതലായിട്ട് വായിച്ചപ്പോ എനിക്കേറെ ബഹുമാനം തോന്നിയത്, ഏറെ ആദരവ് തോന്നിയ ഒരു ജീവ ചരിത്രമാണ്, ജീവ സംഭവമാണ് മർത്തശ്മൂനി അമ്മയുടെയും 7 മക്കളുടെയും ജീവിതം എന്നുള്ളത്. നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാമായിരിക്കും. അന്ത്യോക്യയിൽ, പാലസ്തീനിലെ അന്ത്യോക്യയിൽ നടന്ന സംഭവമാണ്. അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന യവന രാജാവ് പാലസ്തീൻ കീഴടക്കുകയാണ്. രാജാവ് മോശയുടെ ന്യായപ്രമാണം പാലിക്കരുതെന്ന് കർശനമായ നിയന്ത്രണം കൊടുത്തു. അത് മാത്രമല്ല, യഹൂദന്മാർക്ക് നിഷിദ്ധമായിരുന്ന പന്നി മാംസം കഴിക്കുവാനായിട്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ രാജ്യത്ത് ഒരു പ്രമാണം പുറപ്പെടുവിച്ചു, മോശയുടെ ന്യായപ്രമാണം ആചരിക്കേണ്ട, പന്നികളുടെ മാംസം ഭക്ഷിക്കണമെന്നുള്ള പ്രമാണങ്ങളൊക്കെ രാജാവ് പുറപ്പെടുവിച്ചു. പക്ഷേ മർത്തശ്മൂനി അമ്മയും 7 മക്കളും അവർ വിശ്വസിച്ച മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് പിന്തിരിയുവാൻ ഇവർ സമ്മതിച്ചില്ല. പന്നികളുടെ മാംസം കഴിക്കുവാൻ അശേഷം സമ്മതിച്ചില്ല. രാജാവ് ഇങ്ങനെയുള്ളവരെ പറഞ്ഞിരിക്കുന്ന ശിക്ഷാവിധി എന്നുള്ളത് അവരെ വറചട്ടിയിൽ വറുത്തെടുക്കണമെന്നാണ്. വറചട്ടിയിൽ ഈ അമ്മയുടെ മക്കളെ വറക്കുന്നതിന് മുമ്പ് ചരിത്രം പറയുകയാണ്, അവരുടെ നാവുകൾ മുറിച്ചു മാറ്റി, അവരുടെ തലമുടികൾ പിഴുതെറിഞ്ഞു. പക്ഷേ അന്നേരവും ഈ അമ്മ, ഈ മക്കൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് വിട്ടുമാറിയില്ല. അവരെ വീണ്ടും വീണ്ടും ദൈവത്തിനു വേണ്ടി, മോശയുടെ ന്യായപ്രമാണത്തിന് വേണ്ടി, ഏക ദൈവത്തിനു വേണ്ടി ഈ അമ്മ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനം ഈ അമ്മ ഒരവസരത്തിൽ ഈ അമ്മ തന്റെ മക്കളോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: എൻ്റെ മക്കളെ, നിങ്ങൾ എൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ആത്മാവും തന്നത് ഞാനല്ല, ദൈവമാണ്. ദൈവത്തിന്റെ പ്രമാണങ്ങളെ പ്രതി നിങ്ങളുടെ ശരീരത്തെ മരണത്തിനായി നിങ്ങൾ നൽകിയാൽ അവൻ നിങ്ങൾക്ക് ജീവനും ആത്മാവും തന്നുകൊള്ളും. ഫലം പുറപ്പെടുവിച്ച അത്തിവൃക്ഷങ്ങളായ ശ്മൂനി അമ്മയും 7 മക്കളും, എൻ്റെ ഉദരത്തിൽ മക്കളെ നിങ്ങൾ ഉരുവായത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ആത്മാവും തന്നത് ഞാനല്ല, ദൈവമാണ്. ദൈവത്തിന്റെ പ്രമാണങ്ങളെ പ്രമാണിച്ചാൽ
ദൈവം നിങ്ങൾക്ക് ജീവനും ആത്മാവും തരും. അവസാനം ചരിത്രം പറയുകയാണ്, 7ാമത്തെ മകനെ വറചട്ടിയിൽ വറക്കുവാനായിട്ട് പിടിച്ചു നിർത്തുമ്പോ ഈ അമ്മയോട് പറയുകയാണ്, ഇനിയുമെങ്കിലും ഉപദേശിക്കുക നിന്റെ മകനോട് അവന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുവാൻ. അവസാനം ഉപദേശം കൊടുക്കാമെന്ന നിലയിൽ ഈ അമ്മ 7ാമത്തെ മകന്റെ അടുക്കിലേക്ക് വന്നിട്ട് ഈ അമ്മ തന്റെ മകനോട് പറയുകയാണ്, മകനെ, 9 മാസം നിന്നെ ഞാൻ ഉദരത്തിൽ വഹിച്ചു, 3 വർഷം ഞാൻ നിനക്ക് മുലപ്പാൽ തന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ദൈവമാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാം സൃഷ്ടിച്ചു, നീയും നിന്റെ സഹോദരങ്ങളെ പോലെ മരണം വരിക്ക, നീയും നിന്റെ സഹോദരങ്ങളെ പോലെ മരണം വരിക്ക എന്ന് 7ാമത്തെ മകനോട് ഉപദേശ രൂപേണെ മർത്തശ്മൂനി അമ്മ പറഞ്ഞു കൊടുക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിനു വേണ്ടി ഫലം കായ്ച്ച അത്തി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാകുന്ന അത്തിക്ക് ഇന്ന് ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നാളെ സാധ്യതകളുണ്ട് എന്നുള്ളതിന്റെ ഉദാത്തമായ തെളിവാണ് ഈ മർത്തശ്മൂനി അമ്മയുടെ ജീവിതത്തിന്റെ ഏടുകൾ. ഇങ്ങനെയുള്ള മഹാരഥന്മാർ ജീവിച്ച ഒരു സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ കണ്ണികളായി ഞാൻ നിങ്ങളുമായിരിക്കുമ്പോ നമുക്ക് ഫലം പുറപ്പെടുവിക്കണ്ടേ? സാധ്യതകളുടെ നടുവിലല്ലേ നമ്മെ നിർത്തിയിരിക്കുന്നത്? 1789 നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയമാണ്. കത്തോലിക്ക സഭയിലെ ഒരു വൈദികനെ പറ്റി അന്ന് വളരെ ശ്രദ്ധേയമായ പ്രതിപാദ്യങ്ങളൊക്കെ വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് ജോൺ മരിയ വിയാനി എന്ന് പറയുന്ന ഒരു വൈദികനാണ്. പഠിക്കാൻ വളരെ മണ്ടനാണ്, സാമർഥ്യമില്ല, കഴിവുകളൊന്നുമില്ല. ഒരു കഴിവുമില്ലാത്തോണ്ട് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർ ചിന്തിച്ചു, ഇദ്ദേഹത്തെ വൈദിക സെമിനാരിയിൽ വൈദികനാകാൻ വിടാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് മണ്ടന്മാരാണ് വൈദികരാകാൻ പോകുന്നതെന്ന്. അപ്പോ സെമിനാരിയിൽ കൊണ്ട് ജോൺ മരിയ വിയാനിയെ കൊണ്ട് വിടുകയാണ്. സെമിനാരിയിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോ ഈ ജോൺ മരിയ വിയാനിക്ക് പട്ടം കൊടുക്കണം. കൂടെയുള്ള എല്ലാവർക്കും പട്ടം കൊടുത്തു. ബിഷപ്പ് പറഞ്ഞു, ജോണിന് വലിയ കഴിവും പ്രാപ്തിയൊന്നുമില്ല, പട്ടം കൊടുക്കണ്ട. സെമിനറിയിലെ റക്ടർ അച്ഛൻ ഈ ബിഷപ്പിനോട് പറഞ്ഞു, തിരുമേനി, ഇത്രയും വർഷം അവൻ ഇവിടെ പഠിച്ചതല്ലേ, അവന് പട്ടം കൊടുക്കണം. തിരുമേനി ചോദിച്ച ചോദ്യമുണ്ട്, എന്ത് ക്വാളിറ്റിയാണ് അവനുള്ളത്? റക്ടർ അച്ഛൻ ഒറ്റ ക്വാളിറ്റിയെ പറഞ്ഞുള്ളൂ. എല്ലാവരും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോ ജോൺ മരിയ വിയാനി സെമിനേരിയുടെ ചാപ്പലിൽ അവന്റെ മുട്ടുകൾ മടക്കി 2 കൈകൾ സ്വർഗത്തേക്ക് വിരിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ക്വാളിറ്റി മാത്രമാണ് ഞാൻ ഇവനിൽ കാണുന്നത്. അങ്ങനെ ജോൺ മരിയ വിയാനിക്ക് പട്ടം കൊടുക്കാൻ തീരുമാനിച്ചു. പട്ടം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രശ്നം. എന്താണ്? പട്ടം കൊടുത്തു കഴിഞ്ഞിട്ട് തിരുമേനിക്ക് ആശങ്കയായി, ഏത് പള്ളി കൊടുക്കും? ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണല്ലോ, ട്രാൻസ്ഫർ സമയമാകുമ്പോൾ തിരുമേനി ഞങ്ങൾക്ക് കൊച്ചച്ഛൻ വേണം, വല്യച്ഛൻ വേണ്ട. ഞാൻ എവിടെയോ പറഞ്ഞത് ഓർമ്മയുണ്ട്, കൊച്ചച്ഛൻ ചൊല്ലിയാലും വല്യച്ഛൻ ചൊല്ലിയാലും ദൈവം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഒറ്റ തലത്തിൽ മാത്രമേ ഉള്ളൂ. പോട്ടെ. അപ്പോ തിരുമേനിക്ക് ആശങ്കയായി, ഏത് പള്ളി കൊടുക്കും? അങ്ങനെ തിരുമേനി ആ ഭദ്രാസനത്തിന്റെ അങ്ങേ അതിർത്തിയിൽ ഒരു പള്ളി കൊടുക്കുകയാണ്. ആ ചരിത്രത്തിൽ പറയുന്നത്, ആ പള്ളിയെ പറ്റി പറയുന്നത് കാടന്മാരുടെ സംസ്കാരമുള്ള പള്ളി എന്നാ പറയുന്നത്. കാടന്മാരുടെ സംസ്കാരമുള്ള പള്ളിയാണ് ജോൺ മരിയ വിയാനിയെ പട്ടം കൊടുത്ത് വിടുന്നത്. അവിടെ അച്ഛന് ചെന്നു കഴിഞ്ഞിട്ട് വലിയ പ്രസംഗവും പ്രഭാഷണമൊന്നും ഇല്ലല്ലോ, സാധുവായ മണ്ടനായ ഒരു മനുഷ്യനാണല്ലോ. അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉള്ള സമയം മുട്ടുമടക്കി കൈകൾ വിരിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആളുകളൊക്കെ ഇങ്ങനെ പരിഹാസത്തോടെ കണ്ടുകൊണ്ടിരുന്നു. കുറെ ദിവസങ്ങളായി ആളുകൾ ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം കാണുമ്പോൾ ഒരാൾ ചിന്തിച്ചു, ഈ അച്ഛൻ എന്താണ് ചെയ്യുന്നത്, ഞാനും അങ്ങനെ ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ ഒരാൾ വന്ന് അച്ഛൻ്റെ കൂടെ മുട്ടുമടക്കി കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേ ആഴ്ച 2 പേരായി, 3 പേരായി. വർഷങ്ങൾ കഴിഞ്ഞു. ഈ അച്ഛനെ പറ്റി വിവരമൊന്നുമില്ല. ബിഷപ്പ് അന്വേഷിച്ച് ചെല്ലുകയാണ്. കാടന്മാരെന്ന് വിശേഷിപ്പിച്ച, കാടന്മാരുടെ സംസ്കാരം ഉണ്ടായിരുന്നു പറഞ്ഞ പള്ളിയിലേക്ക് ബിഷപ്പ് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, മണ്ടൻ എന്ന് പറഞ്ഞ ജോൺ മരിയ വിയാനി എന്നുള്ള കശീശായിക്ക് ചുറ്റും ഈ കാടന്മാരുടെ സംസ്കാരമുള്ള മനുഷ്യൻ മുഴുവൻ
മുട്ടുമടക്കി കരങ്ങൾ സ്വർഗത്തിലേക്ക് വിരിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ച കണ്ടപ്പോ, പ്രിയപ്പെട്ടവരെ, ജോൺ മരിയ വിയാനി ഫലം പുറപ്പെടുവിച്ച അത്തിയല്ലേ? ഫലം പുറപ്പെടുവിച്ച സാക്ഷ്യത്തിന്റെ ഉടമയല്ലേ? ഇതേ സാധ്യത ഇന്ന് എനിക്കും നിങ്ങൾക്കുമുണ്ട്. എന്റെ ഭക്തി കാരണം ദൈവത്തിങ്കിലേക്ക് എത്ര പേര് അടുക്കുന്നു എന്നുള്ള ചോദ്യമാണ്. എന്റെ ഭക്തി കാരണം എത്ര പേര് ദൈവത്തിൽ നിന്ന് അകലുന്നു എന്നുള്ളത് ചോദ്യമാണ്. അത് വൈദികന് മാത്രമല്ല, അവൈദികനും. കാരണം ഞാനും നിങ്ങളും ഒരേ രാജകീയ പുരോഹിത വർഗമാണല്ലോ. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഫലം അന്വേഷിച്ച് ചെല്ലുമ്പോ ഫലമുള്ള ജീവിതത്തിന്റെ ശൈലിയായിട്ട് മാറണം. രണ്ടാമത്തെ വേദഭാഗം ഇന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളാണ്. 11 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. മൊത്തം വായിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ പറയുന്നൊരു ഭാഷയുണ്ട്, മുടിയനായ പുത്രൻ. എനിക്കൊന്ന് വേദപുസ്തകം മുടിയനായ പുത്രൻ എന്ന് പറയുകയില്ല, പിന്നെയോ ധൂർത്തപുത്രൻ എന്നാ പറയുക. ധൂർത്തപുത്രന്റെ ജീവിതം ഉപമ കൃത്യമായി നമുക്കറിയാം. എന്നാൽ ഇതിൽ 17-ാമത്തെ വാക്യമാണ് രണ്ടാമത്തെ വിഷയമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. വീട്ടിൽ പോയി വായിച്ചാൽ മതി. അപ്പോൾ സുബോധം വന്നിട്ട്, ഈ ഒരു പദപ്രയോഗം ഈ നോമ്പ് കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായി മാറണം. ബോധമുണ്ട്, നമ്മളൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത് ബോധത്തിലാണ്. എന്നാൽ ബോധത്തെക്കാൾ അതിവിശേഷമുള്ള ഒന്നാണ് സുബോധം. ഏറെ നല്ല ബോധം എന്നാണ് അതിനർത്ഥമുള്ളത്. ബോധം കൊണ്ട് മാത്രം ജീവിച്ചാൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാനും കഴിയുകയില്ല. എന്നാൽ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ സുബോധം വേണം. ധൂർത്തപുത്രന്റെ ബോധമുള്ള അവസ്ഥയിലാവാം അവൻ ചോദിച്ചത്, എന്റെ ഓഹരി എനിക്ക് വേണം. എല്ലാം വാങ്ങിച്ച് ധൂർത്തടിച്ച് ജീവിതത്തിൽ പാപ്പരായിരിക്കുന്ന സമയം അവനൊരു സുബോധമുണ്ടായി. ഈ സുബോധമുണ്ടാകുമ്പോ അവിടെ സംസാരങ്ങളില്ല. അതാണ് ഈ വേദഭാഗത്ത് പറയുന്ന പ്രത്യേകത. സുബോധം വന്നാൽ അവിടെ സംസാരങ്ങളില്ല. സുബോധം വന്നപ്പോൾ ഈ ധൂർത്തപുത്രൻ മനസ്സിൽ ചിന്തിച്ച കാര്യം ഇങ്ങനെയാണ്: ഞാൻ കാലത്തെ എഴുന്നേൽക്കും, എന്റെ അപ്പന്റെ അടുക്കൽ ചെല്ലും, അപ്പാ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തുവെന്ന് ഏറ്റുപറയും. ഇത് ഈ മകൻ പറയുന്നില്ല. ഇവന്റെ സുബോധമുണ്ടാകുമ്പോൾ മനസ്സിലുള്ള കാൽക്കുലേഷനും കണക്കൂട്ടലുമാണ്. ഞാൻ നാളെ ഇങ്ങനെ പറയും. അതാ ഈ സുബോധത്തോടെ മകൻ കടന്നു വരുമ്പോ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന അപ്പൻ, സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ ഇരിക്കുന്നിടമാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നിടമാണ്. ഈ മകൻ സുബോധത്തോടെ മടങ്ങി വരുമ്പോ അപ്പനൊന്നും മകനോട് ചോദിക്കുന്നില്ല. നീ കൊണ്ടെല്ലാം മുടിപ്പിച്ചല്ലോടാ, നശിപ്പിച്ചല്ലോടാ. നമ്മുടെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു പദം പറച്ചിലുണ്ട്: കൊള്ളരുതാത്തവനാണ്, ഗുണം പിടിക്കാത്തവനാണ്, രക്ഷയില്ലാത്തവനാണ്, നശിപ്പിച്ചവനാണ് എന്നൊന്നും പറയാതെ ഒരു പിതൃവാത്സല്യത്തോടെ തന്റെ മകന് സുബോധം വന്നുള്ള ബോധമുണ്ടായപ്പോ ഒരു കോൺവെർസേഷനും ഒരു സംസാരവും ഇല്ലാതെ തന്റെ മകനെ സ്വീകരിക്കുന്ന ഒരപ്പന്റെ ഭാവത്തെ കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നിനക്ക് സുബോധമുണ്ടായാൽ, നിനക്ക് ബോധമുണ്ട്, പക്ഷേ ദൈവോന്മുഖമായ സുബോധമുണ്ടായാൽ, പാപത്തെ പറ്റിയുള്ള ബോധമുണ്ടായാൽ, തിന്മയെ പറ്റിയുള്ള ബോധമുണ്ടായാൽ, അധാർമികതയെ പറ്റി ബോധമുണ്ടായാൽ, അതിന് പറയുന്ന പേരാണ് സുബോധം. ഈ സുബോധത്തോടെ മുൻപോട്ട് പോകുവാൻ നിനക്ക് കഴിഞ്ഞാൽ സ്വീകരിക്കാൻ ഒരുക്കമുള്ള ഒരപ്പനുണ്ട്, ഒരു പിതാവുണ്ട്. ഈ സുബോധത്തിന്റെ മനുഷ്യനാണ് ഇന്ന് നമുക്കില്ലാതെ പോകുന്നത്. സുബോധം നഷ്ടപ്പെട്ടാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ചിന്തകളുടെ നശീകരണമാണ്. സുബോധം നഷ്ടപ്പെട്ടാൽ അവൻ യഥാസ്ഥാനപ്പെട്ടവനല്ല. സുബോധം നഷ്ടപ്പെട്ടാൽ അവൻ മടങ്ങി വരില്ല. ചിന്തകൾ നശിക്കും, യഥാസ്ഥാനപ്പെട്ടവനല്ല. മടങ്ങി വരവ് ഇല്ലാത്ത ഒരു ജീവിതത്തിന്റെ ക്രമത്തിലേക്ക് പോകും. ബോധമുള്ള ഒരു മനുഷ്യന് സുബോധം നഷ്ടപ്പെട്ട കാഴ്ചയാണ് ഏദന്റെ തോട്ടത്തിൽ നാം നടക്കുന്നത്. സുബോധമുള്ള ഒരു മനുഷ്യൻ, വളരെ കൃത്യമായി നമുക്കറിയാം, എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുകയാണ്, യഹോവയായ ദൈവം തോട്ടത്തിൽ വരും. അവന്റെ കാലൊച്ച കേൾക്കുമ്പോൾ മനുഷ്യന് സുബോധമുണ്ട്, ഇതാ ദൈവം വന്നു. ദൈവത്തോടൊപ്പം മനുഷ്യന് ഉദ്യാനത്തിൽ
ഉലാത്തുന്ന ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. എന്നാൽ സുബോധം നഷ്ടപ്പെട്ട് സാധാരണ ബോധങ്ങളിലേക്ക് വന്നപ്പോ മനുഷ്യൻ പറയുകയാണ് ദൈവത്തോട്, നീ കൂട്ടായി തന്ന സ്ത്രീ എനിക്ക് ഫലം തന്നു, അവൾക്കത് പാമ്പ് കൊടുത്തു, അവൾ ഭക്ഷിച്ചു, ഞാനും ഭക്ഷിച്ചു. എന്താ മനുഷ്യൻ ചെയ്തത്? ദൈവത്തോട് കുറ്റം പറയുകയാണ്. നീ കൂട്ടായി തന്ന സ്ത്രീ, മനുഷ്യൻ ഏകനായ അവസ്ഥ നന്നല്ല എന്ന് കണ്ട് തക്കതുണയായ സ്ത്രീയെ നിർമ്മിച്ച് ഭൂമിയുടെ പർദീസായ കുടുംബത്തെ സ്ഥാപിച്ച ദൈവത്തെ പഴി പറയുന്ന ഒരു മനുഷ്യന്റെ ബോധകരമായ അവസ്ഥ, സുബോധം നഷ്ടപ്പെട്ട അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ജീവിതങ്ങളിലും ഇങ്ങനെ ചില സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. യിരെമ്യാ പ്രവാചകൻ 9-ാം അധ്യായം യിരെമ്യാ 9:6 സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു, വഞ്ചന നിമിത്തം അവർ എന്നെ അറിയുവാൻ നിരസിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാണ്. വഞ്ചനയുള്ള മനുഷ്യന് എങ്ങനെ സുബോധമുണ്ടാവും? വഞ്ചനയുടെ നടുവിൽ വസിക്കുന്ന മനുഷ്യന് എങ്ങനെ സുബോധമുണ്ടാകും? വഞ്ചന നിമിത്തം അവർ എന്നെ അറിയുവാൻ നിരസിക്കുകയാണ്. സംഖ്യാപുസ്തകം 22-ാം അധ്യായം നമുക്കറിയാം. സുബോധമുള്ള ഒരു കഴുതയുണ്ട്. സുബോധമുള്ള ഒരു കഴുതയുണ്ട്. മോവാബ് പ്രദേശത്ത് ഇസ്രായേൽ ജനം പാളയമടിച്ചപ്പോ ബാലാക്ക് രാജാവ് പേടിയോടുകൂടെ തന്റെ ജനത്തിന് എന്ത് അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുറജാതികളുടെ പ്രവാചകനായ ബിലെയാമിനെ വിളിക്കുകയാണ്. ദൈവത്തോട് ആലോചന ചോദിച്ച് ബിലെയാം യാത്ര തിരിക്കുമ്പോ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ, വിശേഷ ബുദ്ധിയുള്ള പ്രവാചകൻ കാണാത്ത കാഴ്ച, എന്റെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മരം മണ്ടൻ കഴുത കാണുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൂതനെ കണ്ട് കഴുതയെ ഓരം ചേർന്ന് നിൽക്കുമ്പോ പ്രവാചകന്റെ കാൽമുട്ട് ഞരങ്ങുന്ന സാഹചര്യം. കഴുതയെ അടിക്കുമ്പോ കഴുത തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ എന്നെ അടിക്കുന്നത് എന്ത്? വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ദൈവബോധം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, സുബോധം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, വിശേഷ ബുദ്ധി ഇല്ല എന്ന് പറയുന്ന കഴുത സുബോധത്തോടെ മനുഷ്യരോട് ചോദിക്കും, നീ എന്നെ അടിക്കുന്നത് എന്തിന്? ഒന്നുകൂടെ പറയട്ടെ, സുബോധം ഉണ്ടാവേണ്ടുന്ന മനുഷ്യൻ സുബോധം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, സുബോധമില്ല എന്ന് പറയുന്ന, വിശേഷ ബുദ്ധിയില്ല എന്ന് പറയുന്ന കഴുത സുബോധത്തോട് ചോദിക്കും, നീ എന്നെ അടിക്കുന്നത് എന്തിന്? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രകൃതി പോലും മനുഷ്യന് എതിരായിക്കൊണ്ടിരിക്കുകയാണ്. ദിവംഗതനായ സുകുമാർ അഴീക്കോട് മാഷ് നമുക്കറിയാം. അഴീക്കോട് മാഷിന്റെ ലേഖനങ്ങളിൽ ഏറെ പ്രതിപാദിക്കുന്ന ഒരു പ്രതിപാദന വിഷയമാണ്, മനുഷ്യൻ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകലുന്നുവോ അത്രമാത്രം പ്രകൃതി പോലും മനുഷ്യന് വിരുദ്ധമായിക്കൊണ്ടിരിക്കും. പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ, ഇന്ന് അഭിമുഖീകരിക്കുന്ന ആഭ്യന്തര യുദ്ധങ്ങൾ പോലെയുള്ള എല്ലാം ഒരു പരിധിവരെ മനുഷ്യന് സുബോധം നഷ്ടപ്പെടുത്തുമ്പോ, പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുമ്പോ ദൈവം മനുഷ്യനെതിരെ പ്രതികരിക്കുന്നു എന്നുള്ള ബോധ്യവും നമുക്കുണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിച്ചൊരു രാജാവുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ശക്തനായ രാജാവ്, ഓമ്രിയുടെ പുത്രൻ, ആനക്കൊമ്പുകൾ കൊണ്ട് കൊട്ടാരമുള്ളവൻ, പ്രബലനായ രാജാവ്, ഏറെ വിശേഷങ്ങളുണ്ട്. ദൈവം ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന പ്രവാചകൻ, രാജാവ്, ഇസ്രായേലിനെ ഭരിക്കുവാൻ ദൈവം നിയോഗിച്ച രാജാവ്. പക്ഷെ ദൈവത്തിന് കൽപ്പനയുണ്ട്, പുറജാതിക്കാരിയായ സ്ത്രീ വിവാഹം കഴിക്കരുത്. പുറജാതിക്കാരിയായ ഇസബേലിനെ വിവാഹം കഴിക്കുന്ന ആഹാബ് രാജാവ്. സംഭവിച്ച ജീവിത സാഹചര്യങ്ങൾ നമുക്കറിയാം. സുബോധം നഷ്ടപ്പെട്ട രാജാവ് മുന്തിരിത്തോട്ടം നശിപ്പിച്ച് ചീരത്തോട്ടം വെക്കുവാൻ ഭാര്യയുടെ ബുദ്ധി തന്റെ ബുദ്ധിയിലേക്ക് കൊണ്ടുവന്നപ്പോ സുബോധം നഷ്ടപ്പെട്ട് ഒരു കൊലയാളിയാകേണ്ടി വന്ന രാജാവ്, ഇസ്രായേലിനായ നാബോത്തിനെ കൊന്നുകളഞ്ഞ രാജാവ്. അവസാനം തമ്പുരാന്റെ കോപമിറങ്ങി പറയുകയാണ്, നായ്ക്കൾ ഇസ്രായേൽ കോട്ടയ്ക്കകത്ത് വെച്ച്
നിന്റെ രക്തം നക്കിക്കളയും. നായ്ക്കൾ രക്തം നക്കിക്കളഞ്ഞ സുബോധം നഷ്ടപ്പെട്ട ഇസ്രായേലിന്റെ രാജാവാണ് ആഹാബ് രാജാവ്. പ്രിയപ്പെട്ടവരെ, സുബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നായ്ക്കൾ രക്തം കുടിക്കുന്ന ഗതികേടിലേക്ക് തരം താഴുന്ന ഒരു ജീവിത ശൈലി. ഹൈന്ദവ വിശ്വാസത്തിൽ ശൈവന്യായം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനെപ്പറ്റി എനിക്ക് വലിയ ആധികാരികത ഒന്നുമില്ല, ഞാൻ വായിച്ച ഭാഗമാണ്. അതിനകത്ത് രണ്ട് ജീവികളെ പറ്റി സുബോധമുള്ള ജീവികൾ എന്ന് പറയുന്നുണ്ട്. അത് ന്യായം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവ പറയുന്നത്. അത് മർക്കട ന്യായമാണ്, മാർജാര ന്യായമാണ്. മർക്കട ന്യായത്തെ പറ്റി പറയുന്നത്, മർക്കടൻ അറിയാമല്ലോ, കുരങ്ങാണ്. ഒരു കുരങ്ങ് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അതിന്റെ മാർവോട് ചേർത്താണ്, അതിന്റെ ഹൃദയത്തോട് ചേർത്താണ്. അതിന്റെ മാർവിലാണ് കുഞ്ഞു കുരങ്ങുകൾ പറ്റിപ്പിടിച്ച് കിടക്കുക. തള്ളക്കുരങ്ങ് എത്ര വേഗത്തിലോടിയാലും എത്ര ഉയരത്തിലും താഴേക്ക് ചാടിയാലും ഒരിക്കലും ഈ കുഞ്ഞു കുരങ്ങിന്റെ പിടി തള്ളക്കുരങ്ങിന്റെ മാർവിൽ നിന്ന് വിട്ടുപോകുകയില്ല. ശൈവന്യായം പറയുകയാണ് സുബോധമുള്ള മർക്കടൻ. രണ്ടാമത് മർജാരനെ പറ്റി പറയുകയാണ്. മർജാരനറിയാം, പൂച്ച. സാധാരണ പല്ലുകൊണ്ട് ഏതൊരു ജീവി ഒന്നിനെ കടിച്ചാൽ അത് മുറിവേൽക്കപ്പെട്ട് അതിലൂടെ രക്തം വരും. എന്നാൽ പൂച്ചയെ പറ്റി പറയുന്നത് അതിന്റെ കുഞ്ഞിനെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ തള്ളപ്പൂച്ച കുഞ്ഞുപൂച്ചയെ കടിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. ലോകത്തൊരിടത്തും കേട്ടറിവില്ല തള്ളപ്പൂച്ച കടിച്ച് കുഞ്ഞുപൂച്ച ചത്തുപോയതായോ അതിന്റെ ശരീരത്തിൽ നിന്ന് ഒരിറ്റു രക്തം വന്നതായോ കേട്ടറിവില്ല. അത്രമാത്രം കെയർഫുൾ ആണ്, സൂക്ഷ്മതയോടു കൂടിയാണ് തള്ളപ്പൂച്ച കുഞ്ഞുപൂച്ചയെ സൂക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മർജാര ന്യായത്തിൽ പറയുന്നത് പൂച്ചയ്ക്ക് മർജാരന് സുബോധമുണ്ട്. ഈ രണ്ട് ജീവികൾ സുബോധത്തോടെ നമ്മുടെ മുമ്പാകെ നിൽക്കുമ്പോ ദൈവം വിശേഷ ബുദ്ധി നൽകിയ മനുഷ്യന് എന്താണ് സംഭവിച്ചത്? 3-4 വർഷം മുമ്പ് പത്രത്തിൽ നമ്മളൊക്കെ വായിച്ച ഒരു ന്യൂസ് ഉണ്ട്. അമ്മത്വം നഷ്ടപ്പെടുത്തിയ മകൻ. അമ്മത്വം നഷ്ടപ്പെടുത്തിയപ്പോൾ അമ്മ മകനെ കൊന്നു എന്നാണ് പറയുന്നത്. തൊടുപുഴയ്ക്കടുത്ത് ഭയങ്കര സാമ്പത്തിക ഭദ്രതയുള്ളൊരു കുടുംബം. വീടിനോട് ചേർന്ന് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ആ വീടിന്റെ ഗ്രഹനാഥൻ അബുദാബിയിൽ റിഗിൽ വർക്ക് ചെയ്യുകയാണ്. 1.5 മാസം ജോലി ചെയ്യും, 1 മാസം നാട്ടിൽ വരും. അങ്ങനെ ഉയർന്ന ശമ്പളമുള്ള നല്ല ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ ഈ വീട്ടിൽ താമസിക്കില്ല, മറിച്ച് വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിൽ താമസിച്ച് ഇഷ്ടം പോലെ മദ്യം, വസ്ത്രം മാറുന്ന പോലെ തന്റെ വീടിനോട് ചേർന്നുള്ളിടത്ത് പരസ്ത്രീ ബന്ധം. ഇത് നഗ്ന നേത്രങ്ങൾ കാണുന്ന ഈ വീട്ടിൽ താമസിക്കുന്ന തന്റെ ഭാര്യ, ഏക മകൻ. ഈ വീടിന്റെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ ഈ കുഞ്ഞിനെ വികൃതനാക്കുകയാണ്. അവൻ ആദ്യം ലഹരികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ലഹരിയുടെ എഫക്റ്റ് കുറഞ്ഞു വരുന്നതനുസരിച്ച് പുതിയ ലഹരികളിലേക്ക് പോയി. അവസാനം ഇഞ്ചക്ട് ചെയ്യുന്ന ലഹരി പദാർത്ഥങ്ങൾ ഈ കുട്ടി ഉപയോഗിക്കാൻ തുടങ്ങി. വീട്ടിൽ മടങ്ങിയെത്തുന്ന +2 കാരനായ വിദ്യാർത്ഥി അവന്റെ ഭാവഭേദങ്ങൾ അവന്റെ അമ്മയെ അമ്പരപ്പിച്ചു. ആദ്യമൊക്കെ ഈ അമ്മ തന്റെ മകന്റെ സമീപനം കണ്ട് ചിന്തിച്ചത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ ഈ അമ്മയ്ക്ക് പിന്നീട് മനസ്സിലായി ഈ മകൻ ലഹരിയുടെ പുറത്താണ് തന്റെ അടുക്കൽ ഇങ്ങനെ സമീപിക്കുക. ഈ മകൻ പഠിക്കുന്ന സ്കൂളിൽ പോയി ഈ അമ്മ പറഞ്ഞു, ഇങ്ങനെ വൈകൃതമായ സ്വഭാവം ഈ കുട്ടിക്കുണ്ട്. ആ സ്കൂള് അതിന്റെ ചുമതലക്കാരൊക്കെ ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കാനൊക്കെ ശ്രമിച്ചപ്പോ അതിലെല്ലാം ഈ കുട്ടി വഴുതിപ്പോയി. അവൻ പിടികൊടുത്തില്ല. അവസാനം ഈ അമ്മ സ്കൂളിൽ അറിയിച്ചതുപോലെ തന്നെ ഒരു മകൻ തന്റെ അമ്മയിൽ കാണിച്ചു കൂട്ടുവാൻ വയ്യാത്ത വൈകൃതകരമായ ജീവിതം, വൈകൃതമായ പ്രവർത്തനങ്ങൾ
ഈ കുട്ടി തന്റെ അമ്മയിൽ കാണിച്ചു. ഇതിൽ അമ്മ ഏറെ മനംനൊന്തു. പിറ്റേ ദിവസം പൂർണ്ണ ലഹരിയിൽ വന്ന് കിടന്നുറങ്ങുന്ന അമ്മ ഈ മകനെ, ഈ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? അടുക്കളയിലെ കിണറിന്റെ വക്കിൽ നിന്ന് കപ്പിയും കയറും കൊണ്ടുവന്ന് സ്വന്തം മകന്റെ കഴുത്തിൽ കുരുക്കിട്ട് ഈ കപ്പി ജനലിൽ ഘടിപ്പിച്ച് അമ്മയുടെ ആരോഗ്യം വെച്ച് ഈ അമ്മ ഈ മകനെ വീട്ടിനുള്ളിൽ തൂക്കിക്കൊന്നതിനു ശേഷം ഇത് മനം നൊന്ത് ഈ അമ്മയും അതിൽ മരിക്കുകയാണ്. മലയാളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അമ്മ അമ്മയെന്നും അപ്പൻ അപ്പനെന്നും ഭാര്യ ഭാര്യയെന്നും മക്കൾ മക്കളെന്നും സുബോധമുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ആ സംസ്കാരം ഇന്ന് തരികിടമാക്കപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖന തീമോത്തിയോസിനോട് എഴുതുന്ന ഒരു കാര്യമുണ്ട്. 1 തീമോത്തിയോസ് 5-ാം അധ്യായത്തിന്റെ ആദ്യഭാഗം ഇങ്ങനെയാണ്: മൂത്തവനെ ഭർഷിക്കാതെ അപ്പനെ പോലെ, ഇളയവരെ സഹോദരങ്ങളെ പോലെ, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ, ഇളയ സ്ത്രീകളെ സഹോദരികളെ പോലെ പ്രബോധിപ്പിക്കുക. വളരെ കൃത്യമായി വിശാലമായ ബന്ധത്തിന്റെ കാഴ്ചപ്പാടുകൾ സുബോധമാകുമണ്ണം വേദപുസ്തകം വരച്ചു കാട്ടുമ്പോ, ശ്ലീഹ സുവിശേഷിക്കുമ്പോ എന്താ പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിന് സംഭവിക്കുന്നത്? എന്തുമാത്രം അപജയമാണ് ഈ സമൂഹത്തിന് സംഭവിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കുക. സുബോധമുള്ള ഒരു സമൂഹം ഇന്നുണ്ടാവണം. ബോധമുണ്ട്, പക്ഷെ ബോധത്തെക്കാൾ വിശേഷമാണ് സുബോധം എന്നുള്ള തലങ്ങളിലേക്ക്, സമുന്നതമായ തലങ്ങളിലേക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയാവണം. അപവാദങ്ങളുടെ ലോകത്തിലാണല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യനെ കൊല്ലുവാൻ, ഒരു മനുഷ്യനെ തകർക്കുവാൻ ഇന്ന് അപവാദങ്ങൾ മതി. ഏറെ അപവാദങ്ങൾ കേൾക്കുന്ന ഒരാളാ ഞാനും കൂടെ. അതുകൊണ്ട് തന്നെ പറയട്ടെ, അപവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോ ഒരു കാര്യം മാത്രം എന്റെ മനസ്സിൽ പറയാനുള്ളൂ. ഒന്നുമില്ലാത്ത കർത്താവിനെതിരെ അപവാദം പറഞ്ഞപ്പോൾ കർത്താവ് സുബോധത്തോടെ പറഞ്ഞു, നീ പറയുന്നത് ഞാൻ തന്നെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതാണ് സുബോധം തലം. പ്രതികരണങ്ങൾ നഷ്ടപ്പെടുത്തി ദൈവത്തിന് ഹിതകരമായുള്ള ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് വളരുന്ന ഒരു മാനസികമായ വളർച്ചയാണ് സുബോധം എന്നുള്ളത്. ജോർജ് മാറ്റ്സണിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മേക്ക് മീ എ ക്യാപ്റ്റീവ് ലോർഡ് ആൻഡ് ഐ ഷാൽ ബി ഫ്രീ. എന്നെ ഒരു അടിമയാക്കണം, അപ്പോൾ മാത്രമേ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുകയുള്ളൂ. എന്നെ ദൈവത്തിന്റെ അടിമയാക്കുമ്പോൾ മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യം ലഭ്യമാവുകയുള്ളൂ. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും എങ്ങനെയും ഏത് സമയത്തും ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ അടിമയായ സ്വാതന്ത്ര്യം എന്നുള്ളത് നല്ല സുബോധത്തിന്റെ വഴികളിലേക്ക് നമ്മെ നയിക്കും. സുവിശേഷങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാം വാക്യത്തിൽ നാം കാണുന്ന ഒരു ഭിക്ഷക്കാരനുണ്ട്. അന്ധനായ ഒരു ഭിക്ഷക്കാരൻ, തിമായുടെ മകനായ ബർത്തിമായെ പറ്റി അറിയാം. ഭൗതികമായ കാഴ്ചയില്ലാത്തവൻ, എന്നാൽ ആത്മീകമായ കാഴ്ചയുള്ളവൻ. ലഭ്യമാകുന്ന ഭിക്ഷാപാത്രത്തിൽ ഭിക്ഷ ലഭിക്കുന്ന നാണയങ്ങളുടെ സംഗീതം ആസ്വദിച്ചവൻ. കാഴ്ചയുള്ള പലർക്കും കാഴ്ച കിട്ടാതെ പോയ ക്രിസ്തുവിന്റെ അടുക്കൽ നിലവിളിക്കാൻ പ്രാപ്തിയുണ്ടായവൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ യാചിച്ച യേശുവേ ദാവീദുപുത്രാ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചത് തന്റെ കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അവസാനം ഇങ്ങനെയാണ് പറയാൻ കഴിയുന്നത്, വഴിയരികിൽ ഇരുന്നവൻ വഴിയിലേക്ക് കടന്നു വരികയാണ്. വഴിയരികിൽ ഇരുന്നവൻ വഴികളിലേക്ക്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന കാഴ്ചയുടെ ക്രിസ്തുവിലേക്കുള്ള സുബോധത്തിന്റെ വളർച്ചയാണ് തിമായുടെ പുത്രനായ ബർത്തിമായിക്ക് ഉണ്ടായത്. ആ ഒരു നല്ല കാഴ്ചയുടെ തലങ്ങൾ, സുബോധത്തിന്റെ തലങ്ങളിലേക്ക് വളരുന്ന ഒരു ജീവിതത്തിന്റെ ക്രമം നമുക്കുണ്ടാവട്ടെ. സമയം അതിക്രമിക്കുകയാണല്ലോ. നിത്യ ചൈതന്യ യതിയുടെ സത്യദർശനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ സുബോധത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: എന്നിൽ മനസ്സുള്ളവനായി നീ ഭവിക്കുമ്പോൾ നീ എൻ്റെ ഭക്തനാകും, നിനക്ക് സുബോധമുണ്ടാകും. എന്നെ ഉദ്ദേശിച്ച് യജിക്കുന്നവനാകുക, എന്നെ നമസ്കരിച്ചാലും എന്നെ തന്നെ നീ പ്രാപിക്കും. സത്യമായിട്ടും നിന്നോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു,
നീ എനിക്ക് പ്രിയനാകുന്നു. ദൈവത്തെ ഭക്ഷിച്ച് ദൈവത്തിൽ മനസ്സുള്ളവനായി ദൈവത്തെ നമസ്കരിക്കുന്നവൻ കൃത്യമായി പറയുകയാണ് നിത്യചൈതന്യതി സത്യദർശനത്തിൽ അവൻ സുബോധം ഉള്ളവനാണ്. ഈ ഒരു സുബോധത്തിന്റെ തലങ്ങളിലേക്ക് വളരുവാൻ ഇടയാവട്ടെ. ഒരു ആധുനിക ബേത്ലഹേം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്താം. GK ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ ബേത്ലഹേം എന്ന് പറയുന്ന അല്ലെ പുതിയ ജെറുസലേം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിനകത്ത് 3 ജ്ഞാനികളാണ്. 3 ജ്ഞാനികൾ സമാധാന നഗരമായ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ജ്ഞാനി ശുദ്ധമായ സ്വർണമാണ് കാഴ്ചവെക്കുവാൻ കയ്യിലെടുത്തിരിക്കുന്നത്. ഭൂമിയിലെ സന്തോഷങ്ങളെ മുഴുവൻ വിലയ്ക്ക് വാങ്ങുവാൻ പ്രാപ്തിയുള്ള സ്വർണം. രണ്ടാമത്തെ ജ്ഞാനി കുന്തിരിക്കത്തിന് പകരം രസതന്ത്രത്തിലെ ഒരു സുഗന്ധമാണ് എടുത്തിരിക്കുന്നത്. മനസ്സിനെ അപഗ്രഥിക്കുവാനും മണ്ണിനെ ചൂഷണം ചെയ്യുവാനും ജനസംഖ്യ നിയന്ത്രിക്കുവാനും പ്രാപ്യമായ ഒരു സുഗന്ധം. മൂന്നാമത്തെ ജ്ഞാനി കാഴ്ചയെടുത്തിരിക്കുന്നത് മീറയ്ക്ക് പകരം വിഭജിക്കപ്പെട്ട ഒരു ആറ്റമാണ്. സമാധാനം വെറുക്കുന്നവരെ തൽക്ഷണത്തിൽ കൊല്ലുവാൻ പ്രാപ്തിയുള്ള ഒരാറ്റം. ഈ 3 വസ്തുക്കളുമായിട്ട് സമാധാനത്തിന്റെ അരമനയിലെത്തി. ജോസഫാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആള്. സന്ദർശനം അവരെ അറിയിച്ചു. ജോസഫ് അവരുടെ സന്ദർശനം നിഷേധിച്ചു. പ്രതിഷേധിച്ചുകൊണ്ട് ഇവരൊരു ചോദ്യം ചോദിച്ചു. സമ്പത്ത്, പ്രകൃതി നിയന്ത്രണം, ശത്രു സംഹാരം, ഈ 3 ഈ ലോകത്തിന്റെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടതാണ്. അത് ഞങ്ങൾ കൊണ്ടുവന്നു, എന്തുകൊണ്ട് ഞങ്ങളെ നിരാകരിച്ചു? ജോസഫ് അവരെ വിളിച്ച് രഹസ്യമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ മടക്കി അയക്കുകയാണ് ഈ സമ്മാനങ്ങൾ സ്വീകരിക്കാതെ. ഈ കഥ അവസാനിപ്പിക്കുമ്പോൾ കഥാകാരൻ പറയുന്നത്, ജോസഫ് പറഞ്ഞ രഹസ്യം ഇതാണ്: നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കൊണ്ടുവന്നു, പക്ഷേ സമാധാനത്തിന്റെ ശിശുവിനെ മറന്നിരിക്കുന്നു. ഈ കാഴ്ചകൾ കൊണ്ടുവന്നിരിക്കുമ്പോൾ നിങ്ങൾ മറന്നത് സമാധാനത്തിന്റെ ശിശുവിനെയാണ്. സുബോധമുള്ള മനുഷ്യൻ ഈ ലോകത്തിന്റെ സമ്പത്ത്, പ്രകൃതിയുടെ നിയന്ത്രണം, ശത്രു സംഹാരം എന്ന് പറയുമ്പോൾ ഇതിന്റെ 3ന്റെയും ലോകപരമായ കാഴ്ചപ്പാടിൽ സുബോധമെന്ന് ചിത്രീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇത് ലോകപരമായ ബോധങ്ങളുടെ അവസ്ഥയാണ്. സുബോധത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സകലതും നിർമ്മിച്ച ദൈവത്തിന്റെ മനസ്സാണ്, സകലവും നിർമ്മിച്ച ശിശുവാണ്. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 2 ചിന്തകൾ മാത്രം ഈ സന്ധ്യയിൽ പങ്കുവെച്ചു. മുന്തിരിത്തോട്ടത്തിന് നടുവിൽ നിർത്തിയ അത്തിവൃക്ഷം അധികം ഫലം കാണുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഉണ്ടായില്ല. മുന്തിരിയേക്കാൾ ഏറെ ശ്രദ്ധ വേണ്ടാത്ത സസ്യമായിട്ടും അതിൽ തമ്പുരാൻ അർത്ഥമന്വേഷിച്ച് വരികയാണ്. രണ്ടാമത്, സുബോധമുള്ളവനായി സംസാരങ്ങളില്ലാതെ നിശബ്ദനായി പിതാവിന്റെ അടുക്കൽ ബോധങ്ങളെക്കാൾ ഉപരി യഥാസ്ഥാനപ്പെടുവാൻ മടങ്ങി വരവ് ആഗ്രഹിച്ച ഒരു മകൻ. ഈ ലോകത്തിൽ നമ്മുടെ സുബോധം എങ്ങനെയായിരിക്കണം? ഈ ലോകത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, ശങ്കരാചാര്യൻ പറയുന്ന പോലെ, വെളിച്ചത്തിൽ വട്ടമിട്ട് പറക്കുന്ന ശലഭം തീനാളത്തിൽ പിടഞ്ഞമരുന്നു. ചണ്ടയുടെ ശബ്ദം കേട്ട് കുറ്റിക്കാട് ഉപേക്ഷിക്കുന്ന മാൻപേട വേട്ടക്കാരന്റെ അസ്ത്രമേറ്റ് പിടഞ്ഞു മരിക്കുന്നു. രുചി ദൗർലഭ്യമായ മത്സ്യം ചൂണ്ടലിൽ കുടുങ്ങി ജീവൻ ഒടുക്കുന്നു. ഗന്ധത്തിന്റെ മോഹത്തിൽ
പുഷ്പത്തിനുള്ളിൽ അകപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന വണ്ട് സ്പർശന സുഖത്തിൽ ഇണചേരുന്ന വാരിക്കുഴിയിൽ വീഴുന്ന ആന. ഇതാണ് ഇന്ന് മനുഷ്യ ജീവിതം. ഫലം പുറപ്പെടുവിച്ചാൽ, സുബോധത്തോടെ ജീവിച്ചാൽ ഈ നോമ്പും ശേഷിക്കുന്ന ജീവിതവും അർത്ഥപൂർണമായി തീരട്ടെ, അർത്ഥപൂർണമായി തീരും എന്നുള്ള പ്രാർത്ഥനയോടെ, ആശംസയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.